നല്ല പെർഫെക്റ്റ് എഞ്ചിൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തത്. ₹1 പോലും ഇല്ലാതെ ലോണും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഫുൾ ലോണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം. ഗ്യാരണ്ടി ഗ്യാരണ്ടി ഫുൾ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ട BRV. ഡീസൽ ആണോ അത് പെട്രോൾ ആണോ? ഡീസലാണ്. ഡീസൽ ആണ്. ഏകദേശം ലോങ് ഡ്രൈവ് എന്തായാലും 20 മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു വാഹനം. 25 വരെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 25 7 സീറ്റർ ഇന്നോവന്റെ ഉപകാരം ഈ വണ്ടിക്ക് നടക്കും. 7 സീറ്റർ ആണ്, കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഈ വണ്ടി ഞാനൊരു 17 കിലോമീറ്റർ 80 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിച്ചാണ്. അതിന് ഞാനൊരു നിശ്ചിത എണ്ണ അടിച്ചിരുന്നു. ആ എണ്ണ വെച്ച് കണക്കൂട്ടുമ്പോൾ ഇതിൽ ആദ്യം ഇല്ലായിരുന്ന എണ്ണ കണക്കൂട്ടുമ്പോൾ ഈ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ അയച്ചിട്ട് മൈലേജിന് ഷോർട്ട് വരുന്നില്ല. ഞാൻ അതും ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം ഒന്ന് ഓടിച്ചിരുന്നത്, നമ്മളെ ആവശ്യത്തിനും വേണ്ടിട്ട്. 2 സിയാസുകൾ വരുന്നുണ്ട്, ഒരു വൈറ്റ് ഉണ്ട്, ഒരു കോഫി ഉണ്ട്. ഏറ്റവും സാധാരണക്കാരന് ഏറ്റവും നല്ല അടിപൊളി കളക്ഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇതവണ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ബഡ്ജറ്റ് പ്രൈസിൽ ഇതവണ 110-100ഓളം വാഹനങ്ങളാണ്. അല്ലെങ്കിൽ SUV ഉണ്ട്, ചെറിയ കാറുകൾ, മാരുതിയുടെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി വാഹനങ്ങളുള്ള നല്ലൊരു കിടില യാർഡിലാണ് റിയൽ ചോയ്സ്. അപ്പോൾ അതാണ് നമ്മൾ അർഷാഖാന്റെ അടുത്താണ്. അപ്പോൾ അർഷാഖ നമുക്ക് മാക്സിമം നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. 80 വണ്ടികളോളം ഉണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് സാധാരണക്കാരനെ പറ്റി അത്യാവശ്യം നല്ല അടിപൊളി കളക്ഷൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ നമ്മളെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിലെ KSRT സ്റ്റാൻഡിൽ നിന്ന് 1 കിലോമീറ്റർ ആണ് നമ്മളെ ഷോപ്പ് ഉള്ളത്. മുണ്ടറമ്പ് കാവുങ്ങൽ ബൈപ്പാസിന്റെ ഏകദേശം സെൻട്രലായിട്ടാണ് നമ്മളെ ഷോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് കാവുങ്ങൽ ബൈപ്പാസ് ആണത്. ആ ബൈപ്പാസ് പാലക്കാട് കോഴിക്കോട് ബൈപ്പാസുമാണ്. മലപ്പുറം ടൗണില് ഒരു കിലോമീറ്റർ ആണ് മലപ്പുറം ടൗണിൽ നിന്ന് നമ്മളെ ഷോപ്പ്. അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കൊരു കിഡ്ലം ഒരു സ്പോർട്ടി വെഹിക്കിൾ നിന്നാണ് തുടങ്ങുന്നത്. എലൈറ്റ് i20യുടെ ഒരു ക്രോസ് മോഡൽ അല്ലേ? അതിന്റെ ആക്റ്റീവ് ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. SX നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന KL33 പ്രൊജക്റ്റഡ് ലാംപ്സ്, കമ്പനി അലോയ്സ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് വരുന്ന ഒരു കിഡ്ലം വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ? 2016 മോഡലാണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ ആണ്. അതുകൊണ്ട് പണിയും കാര്യങ്ങളൊന്നും വരില്ല. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഇതൊരു 16 to 17 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടും. പുഷ്പയുടെ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് AC-യുടെ വെന്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ വൈപ്പർ, അങ്ങനെ ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത്? 1 lakhന്റെ ഉള്ളിൽ ആ ലെവലിലാണ് ഇത് ഓടിയിട്ടുള്ളത്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഇത് ചെക്ക് ചെയ്തിട്ട് നോക്കണം. രണ്ടാമത്തെ മൂന്നാമത്തെ നോക്കിയിട്ട് കറക്റ്റ് പറഞ്ഞു. എത്ര രൂപ ചോദിക്കുന്നത്? ഇത് 4,65,000 നമുക്ക് കൊടുക്കാം. 4,60,000. ആ സംഖ്യ മുഴുവൻ റിയാസ് ഭായി ഇതിന്മേൽ ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ₹1 പോലും ഇല്ലാതെ ലോണും ചെയ്യിപ്പിക്കാൻ പറ്റും. ഫുൾ ലോണിൽ നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം അല്ലെ? ഇനി ഒന്നുകൂടെ ഒരു വലിയൊരു വാഹനമാണ് നോക്കുന്നത്, ഒന്നുകൂടി കംഫർട്ട് ഉള്ള. അത് ഡീസല് ഏകദേശം 18-20 തന്നെ മൈലേജ് കിട്ടുന്ന ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ KL42 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ. എങ്ങനെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2012 തന്നെയാണ് എല്ലാം. 11 മാനുഫാക്ചറിൽ വന്ന് 27 വരെ എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണോ? ഏറ്റവും ടോപ്പ് എൻഡ് ZD സ്റ്റിയറിംഗ്, വോളിയം കൺട്രോളും, മിറർ അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി സെറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി റിയാസ് ഭായി. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് കമ്പനി അലോയ്സ് കാര്യങ്ങൾ അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഡീസലിൽ ഏറ്റവും ഫുള്ളോട് ആക്സിഡന്റോ തട്ടുമുട്ടലോ ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. 1,30,000 കിലോമീറ്റർ. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. നാളെ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അങ്ങനെ A to Z കാര്യങ്ങളൊക്കെ വരും. എല്ലാം വരുന്ന വണ്ടി എല്ലാം വരുന്നുണ്ട്. എത്ര രൂപ ചോദിക്കുന്നത്? നമുക്ക് ഒരു 3,20,000-15,000 നമ്മളെ കയ്യിൽ ഫൈനൽ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഏകദേശം ZD ആണ് 11-12 ZD ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ. അലൈബില് കാര്യങ്ങളെല്ലാം വരുന്നത് കമ്പനി അലൈബിലും കാര്യങ്ങൾ സിംഗിൾ ഓണർഷിപ്പ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര വണ്ടി ജെനുവിൻ കിലോമീറ്റർ ആണ്. ഈ കിലോമീറ്റർ 1.33 ജെനുവിൻ കിലോമീറ്റർ ആണ്. തിരുവമറിയ കാര്യങ്ങളൊന്നുമില്ല. എത്ര രൂപ വണ്ടി ഇറങ്ങാം? ഇതിമേ നമുക്ക് 2-2.5 വരെ ലോൺ ചെയ്യാം. ചിലപ്പോൾ ഒരു 10-60 വണ്ടി ഇറക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് SUV-കളുടെ നല്ലൊരു കളക്ഷനാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു മാരുതി സുസുക്കി വിചാര ബ്രസ. അതിന്റെ റെഡ് വരുന്നുണ്ട്, അതിന്റെ ഫസ്റ്റ് ജെന്ന് വരുന്നുണ്ട്. ഇത് KL11 കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനം. ഇത് ഡീസൽ അല്ലേ വരുന്നത്? ZDi ആണ്. ഓക്കെ, എന്നാലും നമുക്ക് ചെറിയ മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. അതിൽ കമ്പനി സെറ്റിന്റെയും പുഷ് ബട്ടന്റെ ഒരു പ്രശ്നമുള്ളൂ. അതിൽ കമ്പനി സെറ്റ് ZD-യിൽ വരുന്ന സെറ്റ് സെയിം സെറ്റ് ഇതിൽ കേട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടന് മാത്രമേ ഇതിൽ ഇനി കമ്മി ഉണ്ടാവുള്ളൂ. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല. ഗ്യാരണ്ടി ആയിട്ടുള്ളൂ. നമ്മൾ 2 ഗ്യാരണ്ടി എന്തായാലും എടുക്കുന്നുണ്ട്. ഫ്ലഡ്, ടോട്ടൽ ലോസ് ഗ്യാരണ്ടി എന്തായാലും എടുക്കുന്നുണ്ട്. ഓക്കെ,
അത് രണ്ടും ഇല്ല ഇതില് തട്ടുമുട്ടിൽ മേജർ ആക്സിഡന്റും ഇല്ല. സൂപ്പർ എഞ്ചിനും കേട്ടോ, നല്ല മെക്കാനിക്കൽ എഞ്ചിനാണിത്. ഓക്കെ, അത് നമുക്ക് ഇന്റീരിയർ ഒക്കെ നോക്കാം. നമുക്ക് അത്യാവശ്യം നല്ല കസ്റ്റമർക്ക് എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യിക്കാനും എല്ലാത്തിനും ഓപ്ഷൻ ഉണ്ടാക്കി കൊടുക്കട്ടെ നമുക്ക്. പക്ഷെ നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, എയർ ബാഗ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിയറിൽ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഒരു നമുക്ക് കുറവ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കമ്പനി അലോയ്സ് അടക്കം വരുന്ന വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണ്. ലോങ്ങിൽ ഏകദേശം 18-20 മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത് നമ്മൾ? ഇത് നമുക്കൊരു 6,35,000 ചോദിക്കുന്നത്. ചെറിയൊരു എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. ക്വാളിറ്റി വണ്ടി കേട്ടോ. ഈ പ്രസന്റ് എഞ്ചിനൊക്കെ നമ്മൾ നല്ലോണം നോക്കിയിരിക്കുന്നതാണ്. നല്ല പെർഫെക്റ്റ് എഞ്ചിൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തത്. നീ ഏത് വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യിക്കാൻ എല്ലാത്തിനും ഓപ്ഷൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കും ചെയ്യും കേട്ടോ. ഇതിനൊക്കെ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാം? ഇത് നമുക്കൊരു 5-5.5 ലക്ഷം വരെ ലോൺ ചെയ്യിപ്പിക്കാം. ഒരു 10-60 വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. then അതിന്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഡുവൽ ടൂണില് അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി കളറിൽ അടിപൊളി വാഹനം. ക്വാളിറ്റി വണ്ടി. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 വണ്ടിയാണ്. 22 വണ്ടി BS6 വണ്ടിയാണ്. ഏറ്റവും ന്യൂ ഫേസ് ആണ്. അതേപോലെ നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടി പ്ലസ് ആട്ടോ. അത് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന്റെ മേലേക്ക് ഇനി ഒരു ബ്രസ വേറൊരു ഓപ്ഷൻ ഇല്ല. റിയൽ AC ചാർജിങ് പോയിന്റ്, അതേപോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൺറൂഫ് ആണ്, ഓട്ടോമാറ്റിക് ആണ്, ഓക്കെ, ഹൈബ്രിഡ് ആണ്. അപ്പോൾ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, അതേപോലെ ഹൈബ്രിഡ് ആണ്, കമ്പനി ടച്ച് സ്ക്രീന്, അതേപോലെ സ്റ്റിയറിംഗ് ബോർഡ് കൺട്രോൾസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന 360 ക്യാമറ കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന വാഹനം. ഒരു റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് അപ്പ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. A to Z ഫിറ്റിംഗ്സിൽ വരുന്ന ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം അല്ല. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിങ്ങനെ 49-50 ആ ലെവലിൽ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്, മൈലേജ് കിട്ടുന്ന ഒരു വാഹനം അല്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടിക്ക് നമുക്ക് 11.25 നമ്മള് കൊടുക്കുക. ലാസ്റ്റ് 11.5 കയ്യിൽ നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ 12.25 നമ്മൾ ഈ വണ്ടി ചോദിച്ചിട്ടുണ്ട്. ഈ GST കാര്യങ്ങളൊക്കെ മാറ്റം വന്നപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മാറ്റം വരുത്തൽ നിർബന്ധമാവാണ്. അതുകൊണ്ട് 11.25 ലാസ്റ്റ് പറയാം. 11.5 കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി നമുക്ക് കൊടുക്കാം. 11.5 ലാസ്റ്റ് ഫൈനൽ റേറ്റ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ, തട്ടുമുട്ടിലെ ഒന്നുമില്ലാത്ത ക്ലീൻ പീസ് വണ്ടി. അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഗ്യാരണ്ടി ആണ്, ഫുൾ ഒപ്പിട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഈ വണ്ടി നമുക്കൊരു 10 ലക്ഷം വരെ ലോൺ അവൈലബിൾ ആണ്. 1.5-2 രൂപ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് ഇറക്കാം. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ലോണും ചെയ്യാം. സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഇത് നമുക്കൊരു 7 സീറ്ററിൽ അത്യാവശ്യം മൈലേജും കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ട BRV. ഡീസൽ ആണോ അത് പെട്രോൾ ആണോ? ഡീസൽ ആണ്. ഏകദേശം ലോങ് ഡ്രൈവ് എന്തായാലും 20 മൈലേജ് കൺഫേം ആയിട്ട് കിട്ടുന്ന ഒരു വാഹനം. 25 വരെ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട്. 25 7 സീറ്റർ ഇന്നോവന്റെ ഉപകാരം ഈ വണ്ടിക്ക് നടക്കും. 7 സീറ്റർ ആണ്, കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, എന്നാൽ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വാഹനമാണ്. മെയിൻ്റനൻസും ഹോണ്ട ആയതുകൊണ്ട് വല്ലാണ്ട് നമുക്ക് മെയിൻ്റനൻസ് സെയിം വലുപ്പമായിട്ട് ഈ വണ്ടിയും വരുന്നത്. വലുപ്പം വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു ഇത്? പിന്നെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 നവംബർ ലാസ്റ്റ് വണ്ടി കേട്ടോ. ഓക്കെ, കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ വന്നത് 1.33 ആണ്. ഒറിജിനൽ കേരളാണ് വണ്ടി? രജിസ്ട്രേഷൻ ആണ്. നിലവിൽ കേൾട്ടം BH നമ്പർ കാര്യങ്ങളൊക്കെ മാറിയിട്ട് എന്റെ 6-7 കൊല്ലമായിട്ട് പാർട്ടിന്റെ വീട്ടിലുള്ള വണ്ടി കുറെ കാലമായിട്ട് BH എന്ന് പറയുമ്പോ നമുക്ക് BL ഒക്കെ ആയില്ലേ. അപ്പൊ നമുക്ക് അത്യാവശ്യം കാലമായിട്ട് കേരളത്തിൽ തന്നെ ഉള്ള വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വാഹനമാണ്. ഒന്ന് കട്ടാക്കിയാണ് ചെറിയ തള്ളി. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിൽ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് 5,75,000 രൂപ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ, ഏകദേശം നമുക്ക് മാർക്കറ്റ് എല്ലാം അന്വേഷിച്ചോട്ടെ. ഈ വണ്ടിന്റെ എല്ലാം തട്ടുമുട്ടിലോ മേജർ രജിസ്ട്രേഷൻ ആണെങ്കിലും ഒരു റീപ്ലേസ്മെന്റും മെൻഷൻ ചെയ്യൽ കമ്പനിയിലും ഇല്ല, വണ്ടിമേലും ഇല്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. വണ്ടി അലവിലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫുൾ ലോണിൽ രൂപ പോലും മുടക്കേണ്ട 25 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി ഫുൾ ലോണിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത് നമുക്ക് ലോങ് ഡ്രൈവിൽ വരെ നമുക്ക് ബാക്ക് സൈഡിൽ വരെ സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു 7 സീറ്റർ ആണ് മഹീന്ദ്ര സൈലോ അല്ലെ. സാധാരണ നമുക്ക് അതുകൊണ്ട് തന്നെ ടാക്സി പർപ്പസിലൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു വാഹനമാണ്. ഈ വണ്ടി ടാക്സിയിൽ കേറിയിട്ടില്ല കേട്ടോ. നമുക്ക് അത്
അതായത് ടാക്സിക്കാർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ടും മൈലേജും മെയിൻ്റെനൻസ് കുറവും അല്ലെങ്കിൽ സുഖമാണ് ഈ വണ്ടി. അപ്പൊ നമുക്ക് യാത്രാ സുഖം നോക്കിയിട്ട് നല്ലൊരു ഫാമിലി വെഹിക്കിൾ അത് വലിയൊരു വാഹനം നോക്കുന്നവർക്ക് ചെറിയ പ്രൈസിന് കൊടുക്കും ചെയ്യാലോ. ഇത് 2,35,000 നമ്മൾ ചോദിക്കുന്നത്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തിയിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൊടുക്കും ചെയ്യാം. ഓക്കെ, നല്ല മെക്കാനിക്കുള്ള എഞ്ചിനാട്ടത്. ഡീസൽ വേരിയന്റ് ആണ്, മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ വാഹനം അല്ല. മോഡല് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എസിന്റെ കാര്യങ്ങൾ എല്ലാ ഭാഗവും വർക്കിംഗ് ആണ്. ഓക്കെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 11 ലാസ്റ്റ് വണ്ടിയാണ്. അതായത് ഇത് ഒരു വർഷത്തിന്റെ മേലെ എന്തായാലും പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം ഫിറ്റുള്ളതാണ്. ഇൻഷുറൻസ് അടക്കം A to Z കാര്യങ്ങൾ ഫിറ്റുള്ള. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,35,000 നമുക്ക് കൊടുക്കാൻ കഴിയും. 2,35,000 ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റൊക്കെയാണെങ്കിൽ നമുക്ക് ചെയ്തും കൊടുക്കാൻ കഴിയും. ഓക്കെ, ലോൺ നമുക്ക് ഇതിമേല് ചില ബാങ്കുകൾ നമുക്കൊരു 1 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്തു തരാൻ പറ്റൂല. അടുത്ത് വീണ്ടും നമുക്കൊരു ഡിസയർ ആണ് വരുന്നത്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. നേരത്തെ നമ്മളൊരു ഗ്രീൻ ഫിനിഷിംഗ് ആണെങ്കിൽ നമുക്കിതൊരു വൈറ്റ് ഫിനിഷിംഗ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2013 മോഡല് വണ്ടിയാണ്. ഒരു 140, 155 അങ്ങനെ എന്തൊക്കെ കിലോമീറ്റർ ആണ് ഇത് ഓടിയിട്ടുള്ളത്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി, നല്ല മെക്കാനിക്കൽ ക്വാളിറ്റി വണ്ടി. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിട്ടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ആൻഡ്രസ്റ്റ്, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടാണ്. നല്ല ഫാമിലിക്ക് പറ്റുന്ന ഒരു അടിപൊളി വാഹനം. നല്ല വണ്ടി. വല്ലാണ്ട് നമുക്ക് ബോഡിമേൽ വർക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അല്ല. എല്ലാം നല്ല പക്കായിട്ടുള്ള വണ്ടിയാണ്. ട്രിവാൻഡ്രം കഴക്കൂട്ട രജിസ്ട്രേഷൻ ആണ് വരുന്നത്. VDI ആണ്. തട്ടുമുട്ടിലൊന്നുമില്ല. ഹിസ്റ്ററി നമ്മൾ നോക്കിയാണ്. ഹിസ്റ്ററി തട്ടുമുട്ടിലില്ല, വണ്ടിമിലൊന്നുമില്ല. ഓക്കെ, എത്ര ചോദിക്കുന്നു നമ്മൾ ഈ വണ്ടിക്ക്? നമുക്കൊരു 3,35,000 കൊടുക്കാം. 3,35,000 60 വരെ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം. 10-50 റുപ്യ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റും. അടുത്ത തവണ വീണ്ടും നമുക്കൊരു ഹോണ്ട വാഹനമാണ്. നേരത്തെ ഒരു 7 സീറ്റർ ആണെങ്കിൽ നേരെ അതിന്റെ കുഞ്ഞനുജം WRV അല്ലേ? ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യം ചിന്തിക്കേ വേണ്ട. നല്ല കംഫർട്ടിൽ കൊണ്ടുനടക്കാം. അത്യാവശ്യം മൈലേജും ബോഡി വെയിറ്റും പെർഫോമൻസും ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. അതിന് ഇതിന്റെ മോഡല് കാര്യം 2017 മോഡലാണ്. പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. തട്ടുമുട്ടിലോ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. സിംഗിൾ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, 2 സൈഡ് എയർ ബാഗ്, റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ എങ്ങനെ പറഞ്ഞു? കിലോമീറ്റർ 1 lakhന്റെ അടുത്തിട്ട് ഓടിയിട്ടുള്ളത്. ഓക്കെ, ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഈ വണ്ടിനെ ഫുൾ ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ ആണ്. ഈ വണ്ടി ഞാനൊരു 17 കിലോമീറ്റർ 80 കിലോമീറ്ററോളം ഞാൻ ഈ വണ്ടി ഓടിച്ചാണ്. അതിന് ഞാനൊരു നിശ്ചിത എണ്ണ അടിച്ചിരുന്നു. ആ എണ്ണ വെച്ച് കണക്കൂട്ടുമ്പോൾ ഇതിൽ ആദ്യം ഇല്ലായിരുന്ന എണ്ണ കണക്കൂട്ടുമ്പോൾ ഈ വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ അയച്ചിട്ട് മൈലേജിന് ഷോർട്ട് വരുന്നില്ല. ഞാൻ അതും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഓടിച്ചിരുന്നത്, നമ്മളെ ആവശ്യത്തിനും വേണ്ടിയിട്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു 16 എന്തായാലും കൺഫേമിൽ കിട്ടുന്നുണ്ട്. 17 നമുക്ക് ഗ്യാരണ്ടി ഇല്ല. 17 വരെ എന്തായാലും ഹൈവേ പോവാണെങ്കിൽ കിട്ടുന്ന ഉറപ്പാണ് നമുക്ക്. നമ്മൾ എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്ക് 4,85,000 കൊടുക്കും. 4,85,000 ഫുൾ ലോണും ചെയ്യിപ്പിച്ചു. ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നേരെ അതിന് മറ്റൊരു ഓപ്ഷൻ കൂടിയാണ്. അതേപോലെ നമുക്ക് സ്പേസ് കാര്യങ്ങളും ഒന്നുകൂടെ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഹോണ്ടയുടെ ജാസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യം? 2016 മോഡൽ ജാസ് ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ലോഡ് അല്ലേ? VX എങ്ങനെയായിരുന്നു? ഇത് ഡീസലാണോ പെട്രോൾ? ഇത് ഡീസലാണ് അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിരിക്കുന്നത് 110 ആ ലെവലിട്ട് ഓടിയിട്ടുള്ളത്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിട്ടുവാണ്. നല്ല രജിസ്ട്രേഷൻ വണ്ടിയാണ്. നമ്മള് ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടിയാണത്. ഓക്കെ, അത് തട്ടുമുട്ടിലോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. കിലോമീറ്ററിന്റെ കാര്യം നമ്മള് കൺഫേം വരുത്തിയിട്ട് എടുത്താണ്. എല്ലാം നോക്കിയിട്ട് എടുത്ത വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്കൊരു 4,25,000 ഗ്യാസ് ബൈക്ക് കൊടുക്കാം. 4,25,000 16 മോഡലാണ്. നല്ല ക്വാളിറ്റി എല്ലാം നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന, എല്ലാം പറയാൻ പറ്റുന്നുണ്ട്. ഒരു അടിപൊളി വാഹനം അല്ലേ? ഇത് നമുക്കൊരു നിസാന്റെ മൈക്രയാണ്. അതും വൈറ്റ് ഫിനിഷിംഗിൽ, കേൾട്ടൺ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, ആഫ്റ്റർ മാർക്ക് അലോയ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടി. ഇത് ഡീസലാണോ പെട്രോൾ ആണോ? ഇത് പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഗിയർ ബോക്സ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ്, വോളിയം കൺട്രോൾ, കമ്പനി സെറ്റ്, ലെതർ സീറ്റ് എല്ലാം വരുന്ന വണ്ടി. എല്ലാം ലേഡീസിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഞാൻ ഇതിന്റെ അടുത്ത് ഒരു 5-6 മൈക്രോ ഓട്ടോമാറ്റിക് എടുത്ത് വിറ്റൊരു ധൈര്യമുണ്ട്. ചില ഒരാളും ഒരു കംപ്ലൈന്റ് ആ വണ്ടിമോ വന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായിട്ടുള്ള ഈ വണ്ടി എടുത്തിട്ട്. ഓക്കെ, എത്ര ഇത് കിലോമീറ്റർ? 1 lakhന്റെ ഉള്ളിലാണ് ഇത് ഓടിക്കുന്നത്. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ ഈ വണ്ടി? നമുക്ക് 3,65,000 കൊടുക്കാം. എക്സ്ട്രാ പുറത്തുനിന്ന് ചെയ്ത ഒന്നുമില്ലാത്ത വണ്ടി. ഈ 3,65,000 നമുക്ക് ഈ വണ്ടി ഫുൾ ലോണും ചെയ്യാൻ പറ്റും. ഫുൾ ലോണിൽ മുടക്കേണ്ട. ഓട്ടോമാറ്റിക് ബാക്ക് ഇറങ്ങാത്ത ഗിയർ ബോക്സ് ഉള്ള, നല്ലൊരു ഇറങ്ങാത്ത ഗിയർ ബോക്സ് ഉള്ള വണ്ടി.
അടുത്ത വീണ്ടും നമുക്കൊരു ഹോണ്ടയുടെ 7 സീറ്റർ തന്നെയാണ്. നമ്മൾ BRV ഒക്കെ പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പ് ഒന്നുകൂടെ പ്രൈസ് റേഞ്ച് കുറഞ്ഞിട്ട് എന്നാൽ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് മൊബിലിയോ. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2014 മോഡല് മൊബിലിയോ ആണ്. പെട്രോൾ വേരിയന്റ് ആട്ടോ ഇത് വരുന്നത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വാഹനം. മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ വന്നിരിക്കുന്നത് MB-ന്റെ ആ ലെവലിലാണ്. അങ്ങനത്തെ രണ്ട് കാര്യത്തിന് നമ്മൾ ഗ്യാരണ്ടിയാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഈ വണ്ടി നമുക്കൊരു 3,65,000 ഇതിനും ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തിട്ട് കൊടുക്കും ചെയ്യാം. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം ഫുൾ ഓൺ തന്നെയാണ്. ഈ വണ്ടി ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സിവിൽ സ്കോറുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്ത് നമുക്ക് 2 സിയാസുകൾ വരുന്നുണ്ട്. ഒരു വൈറ്റ് ഉണ്ട്, ഒരു കോഫി ഉണ്ട്. ഫസ്റ്റ് വൈറ്റ് ഫിനിഷിംഗിൽ KL7 എറണാകുളം രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? പെട്രോൾ VXI വണ്ടിയാണ്. 16 മോഡൽ വണ്ടി കേട്ടോ. ഒരു ലാംപ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്ന വണ്ടി. ഓക്കെ, എങ്ങനെ നല്ല സ്മൂത്ത് വണ്ടി കേട്ടോ. സൈലന്റ് സ്റ്റാർട്ടിങ്. പെട്രോൾ ആണ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നല്ല മെക്കാനിക്കൽ വണ്ടിയാണ്. തട്ടുമുട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ 72,000 കിലോമീറ്റർ അങ്ങനെ എന്തൊക്കെയോ ഓടിയിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, വണ്ടിയാണ്. ഒരു റീപ്ലേസ്മെന്റും ഇല്ല, ഹിസ്റ്ററിയിലും ഇല്ല, വണ്ടിമേലും ഇല്ല. 2 രൂപത്തിൽ നമ്മൾ പറയാൻ കാരണം അർത്ഥമാറുണ്ട്. അത്രയും നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഈ വണ്ടി. റിയാസ് ഭായി നമുക്ക് 4,65,000 തന്നെയാണ് ഇതിനും ചോദിക്കുന്നത്. 4,65,000 ഏകദേശം ഏകദേശം റേറ്റ് തന്നെ വരുന്നത്. ഓക്കെ, ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വണ്ടി നമുക്ക് നല്ല സിവിൽ സ്കോറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഫുൾ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പോലും മുടക്കണ്ട, ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ നമുക്ക് ഈ വാൻ വർക്കാം. ഞാൻ ഇതിന്റെ നേരെ കളർ ഓപ്ഷൻ ഇല്ല. ഇത് എറണാകുളം തന്നെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? ഇത് 2017 വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ പെട്രോൾ ഓട്ടോമാറ്റിക്? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഒന്നുകൂടെ ഫുൾ ലോഡ് ആണല്ലേ? അത്യാവശ്യം നമുക്ക് കമ്പനി ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്ന ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് കിലോമീറ്റർ 1 lakhന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത്. ഓക്കെ, മോഡൽ പറഞ്ഞത് 2017 മോഡൽ. 17 മോഡൽ അല്ലേ? ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,50,000 റുപ്യ കൊടുക്കാം. 5,50,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് ഫുൾ ലോൺ റുപ്യ മുടക്കണ്ട. ഇതും ഫുൾ ലോൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ? വീണ്ടും നമുക്ക് ഒരു ഡാറ്റ്സൺ അല്ലേ? ഡാറ്റ്സന്റെ 5 സീറ്റർ ആണത്. 7 സീറ്റർ ആണ് ഇതില്. 7 സീറ്റർ ഗോ പ്ലസ് ആണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി. 15 സിംഗിൾ ഓണർഷിപ്പിൽ 7 സീറ്റർ പെട്രോൾ ആണ്. പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു 16 മൈലേജ് കിട്ടുന്ന നിസാന്റെ ഒരു സബ് ബ്രാൻഡാണ്. നിസാന്റെ സെയിം കമ്പനി തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് നിസാൻ അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്രോൾ കൂടി ആയതുകൊണ്ട് മെയിൻ്റെനൻസും വളരെ കുറവുള്ള ഒരു 7 സീറ്റർ ആണ്. ഇത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 1ന്റെ ഉള്ളിൽ തന്നെ ഓടിയിട്ടുള്ളൂ അല്ലേ? അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അഡീഷണൽ ആയിട്ട് അലോയ്സ് കാര്യങ്ങൾ LCD ഒന്നുമില്ല അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതും നമുക്ക് ഫുൾ ലോൺ ചെയ്യിപ്പിക്കാം. 2,15 ചിലപ്പോൾ ഒരു 10 രൂപ 15 രൂപ മുടക്കേണ്ടി വരും. ബാക്കി ഫുൾ ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ. 7 സീറ്റർ ആണ്. വെറും 2,15,000 ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയുടെ ഓണർഷിപ്പിൽ 7 സീറ്റർ അല്ലേ? ഇത് നമുക്കൊരു ഫോക്സ് വാഗൻ ആമിയോ പോളോയുടെ എഞ്ചിനും എന്നാൽ ഒന്നുകൂടെ കംഫർട്ടും സ്പേസ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ സെഡാൻ ടൈപ്പ് വാഹനമാണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നിങ്ങൾ നല്ല നീറ്റാണ്. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. റിയറിൽ നമുക്ക് AC വെന്റ് വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2017 മോഡൽ ആമിയാണ്. ഓട്ടോമാറ്റിക് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. DSG ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് മൈലേജും കംഫർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? 51,000 കിലോമീറ്റർ ആണ് ഓടിയിട്ട്. കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? സ്ക്രീനിൽ കാണിക്കുന്നത് വെറും 51,000. ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെന്യൂൻ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും നമ്മുടെ ഫാൾട്ട് പറ്റി നമ്മൾ തിരുത്തി കൊടുക്കും ചെയ്യട്ടെ കസ്റ്റമർക്ക്. നമ്മൾ യഥാർത്ഥമായി പറഞ്ഞു കൊടുത്തിരുന്ന കച്ചവടം മാത്രം മതി നമുക്ക്. ഓക്കെ, എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്ക് 4,80,000 രൂപ ചോദിക്കണം. ഓട്ടോമാറ്റിക് വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 4 ഫുൾ ലോണും ചെയ്യാൻ കഴിയും. ഫുൾ ലോണിൽ നമുക്ക് ഇറക്കും ചെയ്യാം. ഫുൾ ലോൺ റുപ്യ മുടക്കണ്ട. ഇത് നമുക്ക് വീണ്ടും ഒരു മൈക്ര. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2013 മോഡൽ ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി XV അല്ലേ? നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഡീസലിൽ ഏകദേശം 20-ന് മുകളിൽ തന്നെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ വന്നത് 92,000 കിലോമീറ്റർ ആണ്. അത് കമ്പനി ഹിസ്റ്ററിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, എത്ര ചോദിക്കും നമ്മൾ? നമുക്കൊരു
2,90,000 ഫൈനൽ ഇട്ടേ കൊടുക്കും. 2,90,000 ഫുൾ ഓപ്ഷൻ ഒറിജിനൽ കേരള വണ്ടിട്ടോ. ഓക്കെ, ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ ലോൺ ചെയ്യുമ്പോൾ 2,00,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2007 മോഡൽ അൾട്ടോ ആണ്. പേപ്പർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ട്, ഫുൾ ഫിറ്റ് ആണ്. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നിങ്ങൾ LXi അല്ലേ വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ അതായത് നമുക്ക് അന്നത്തെ ഫുൾ ലോഡ് തന്നെ വേണം. ചില എഡിഷനിൽ നമുക്ക് പവർ വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്യാവശ്യം മൈലേജും മെയിൻസ് കുറവുള്ള നല്ലൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വാഹനമാണ്. എത്ര നമ്മൾ ഈ 85,000 രൂപയുടെ കൊടുക്കാം. 85,000 അല്ലേ? പേപ്പറൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാം ഫിറ്റ് ആണ്. വീണ്ടും നമുക്കൊരു സിൽവർ ഫിനിഷിംഗിൽ ഒരു മൈക്ര, ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം? 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഇത് 2,80,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കട്ടോ. പെട്രോൾ വേരിയന്റ് ആണ്, പണി കാര്യങ്ങളൊന്നുമില്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്, തട്ടുമുട്ടുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആകെ 65,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര ചോദിക്കുന്ന? 2,80,000 രൂപ. അത് 2.5 രൂപ വരെ ലോണും ചെയ്യിപ്പിക്കാൻ 10-35 രൂപ നമുക്ക് വണ്ടി. ഇത് നമുക്ക് വീണ്ടും ഒരു കിഡ്ലം ഇയോൺ ആണ്, അടിപൊളി വാഹനമാണ്, ഗ്രേ ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം 17-18 മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. ഗുരുവായൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അതിനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് മാക്സിമം ഫുൾ ആണ് 10,000-15,000 ഈ ലെവലിൽ നമുക്ക് ഇത് മുടക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിട്ടുന്നുണ്ട്, ചെറിയൊരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ മെക്കാനിക്കൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കി 2,15,000 രൂപയാണ് നമ്മൾ 2015 കൊടുക്കാതെ ഫുൾ ഓണം ചെയ്യാൻ. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം എന്നുള്ളതാണ് ഏറ്റവും നല്ല അട്രാക്ഷൻ. ഇതാണ് വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച്. 2013 മോഡൽ വണ്ടിയാണ്. ഇത് നമുക്ക് 1,55 കിട്ടിയാൽ കൊടുക്കാം. 1,55 എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് 1,00,000 വരെ നമുക്ക് ലോൺ ചെയ്യും. വീണ്ടും ഒരു കളർ ചേഞ്ച് അല്ലേ, റെഡ് ഫിനിഷിംഗ്. ഇത് 2013 മോഡൽ തന്നെയാണ്. ഇത് നമുക്കൊരു 1,55 കിട്ടിയാൽ കൊടുക്കാം. 1,55. 2013 വണ്ടിയാണ്. ഇത് 1,65 കിട്ടിയാലും കൊടുക്കാം. നല്ല അടിപൊളി കളറാണല്ലേ, അത്യാവശ്യം നല്ല ഇറങ്ങിയൊരു അൾട്ടോന്റെ ചെറിയ പ്രൈസിനുള്ള ഒരു വണ്ടി അത്ര തന്നെ ഉള്ളത്. ഒന്നുകൂടി നമുക്ക് യാത്രക്ക് വരുന്ന മാതിരി കുറച്ച് ഹൈറ്റ് ഒക്കെ ഉണ്ടായിട്ട് കംഫർട്ടിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുമത്? എങ്ങനെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? ഇത് 1,65. ഇത് നമുക്കൊരു 1,30 വരെയൊക്കെ ലോണ് 10-30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ. സാൻഡ്രോ ഏതായിരുന്നു മോഡല്? 2010 മോഡൽ പുതിയ പേപ്പറിലാണ് ഈ വണ്ടി കൊടുക്കാം. നല്ല മെക്കാനിക്കൽ വണ്ടി കേട്ടോ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 1,15,000 രൂപ കൊടുക്കാം. പുതിയ പേപ്പർ എടുത്തിട്ട്. പുതിയ പേപ്പറിൽ ഇത് ഓൾട്ടോ 800 2012 മോഡൽ അൾട്ടോണ്. ഇത് നമുക്കൊരു 1,65 കിട്ടിയാൽ കൊടുക്കാം. 1,65. ലോണൊക്കെ എത്ര വരെ? ലോൺ ഇതിന് ഒരു 1 ലക്ഷം 1.25 വരെ നമുക്ക് ലോൺ ചെയ്യിപ്പിക്കാം. തന്നെ ഒരു ധനസ്ഥിരോ അതെങ്ങനെയായിരുന്നു? ഇത് 2008 മോഡൽ. നമ്മൾ ഇങ്ങനത്തെ ചെറിയ വണ്ടികൾ എടുക്കാത്ത ഈ വണ്ടി നമുക്ക് നല്ലോണം പറ്റിയോണ്ട് എടുത്താണ്. ഇത് നമുക്കൊരു 1,05,000 ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ചെറിയൊരു ഓഫർ പ്രൈസിലൊക്കെ അടിച്ച് കൊടുക്കാം നമുക്ക്. നല്ല മെക്കാനിക്കൽ വണ്ടി, നല്ല ബോഡി വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് അങ്ങനെ എടുത്ത വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് ഒരു 98 രൂപ നമുക്ക് 98 രൂപ കൊടുക്കാം. പുതിയ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ റിയൽ ചോയ്സിന്റെ ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായി ഇവിടെ നിർത്തുകയാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കാവുങ്ങൽ ബൈപ്പാസിലാണ്. നമ്പർ കാര്യങ്ങളോട് കണ്ടിട്ടുണ്ടാവും, മാക്സിമം ഷെയർ ചെയ്യുക. അത്യാവശ്യം ഇനി നമുക്ക് ഏകദേശം ഇതിലും കൂടുതൽ വാഹനങ്ങൾ നമുക്ക് ഇനി അടുത്തൊരു പാർട്ടിൽ കാണിക്കാനുണ്ട്. സോ വെയിറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം.